ഞാൻ ഡോക്ടർ പ്രകാശ്. എൻ്റെ അടുത്ത് ചികിത്സയ്ക്ക് എത്തുന്നതിൽ ചിലർ പറയാറുണ്ട്, ഡോക്ടർ എൻ്റെ ഭാര്യയ്ക്ക് ഈയിടെയായിട്ട് വണ്ണം കുറേശ്ശെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ല, ആൾക്ക് എപ്പോഴും ക്ഷീണവും ആകെ ഒരു താല്പര്യക്കുറവാണ്. ഇതുപോലെ തന്നെ അടുപ്പമുള്ള ചില സ്ത്രീകളും എന്നോട് പരാതി പറയാറുണ്ട്. ഡോക്ടറെ, ഭർത്താവിന് ഷുഗർ കുറച്ച് കൂടിയിട്ടുണ്ട്. അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു മൂടുമില്ല, വല്ലാത്ത വിഷമവും പൊതുവെ ഒന്നിലൊരു താല്പര്യമില്ലാത്ത അവസ്ഥയാണ്. ഇവിടെ ഞാൻ രണ്ട് കാര്യങ്ങൾ പറഞ്ഞില്ലേ, ഇത് രണ്ടും ഒരു പ്രശ്നം തന്നെയാണ്. അതായത് ജീവിതശൈലി കൊണ്ട് നമുക്കുണ്ടായിത്തീരുന്ന ചില രോഗങ്ങളും ചില അവസ്ഥകളുമാണ്. അതുകൊണ്ട് ഇതിൽ നിന്ന് നമുക്കെങ്ങനെ പുറത്തു കിടക്കാം, ആ ജീവിതശൈലി രോഗങ്ങളെ നമുക്കെങ്ങനെ ബുദ്ധിപൂർവ്വം നേരിടാം, നമുക്കെങ്ങനെ ആരോഗ്യത്തിൽ ജീവിക്കാം, അതാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. സാധാരണ നമ്മളെയൊക്കെ ബാധിക്കുന്ന അസുഖങ്ങളെ പോലെയുള്ള ഒരു അസുഖമല്ല ജീവിതശൈലി രോഗങ്ങൾ. ഇതൊരിക്കലും പകരില്ല. ഈ അസുഖം നമ്മുടെ ജീവിതശൈലിയുടെ തകരാറ് കൊണ്ട് ക്രമേണ നമ്മൾ ക്ഷണിച്ചു വരുത്തി ഊട്ടി വളർത്തി നമ്മുടെ കൂടെ കൊണ്ട് നടക്കുന്ന അസുഖങ്ങളാണ്. ഞാൻ അടുത്തിടെ ഒരു കുറിപ്പ് വായിക്കേണ്ടായിരുന്നു. 1870 ഒരു ബ്രിട്ടീഷ് ഡോക്ടർ എഴുതിയ കുറിപ്പാണ്. അദ്ദേഹം ഇന്ത്യയെ സന്ദർശിച്ചപ്പോൾ ഇവിടുത്തെ കർഷകരെ കണ്ടപ്പോൾ എഴുതി വെച്ചതാണ്. അന്ന് അദ്ദേഹം കണ്ട കർഷകർ നല്ല ആരോഗ്യവാന്മാരും നല്ല ഉയരമുള്ളവരും ശരീരം വളരെ ദൃഢമായ മസിലുകളോട് കൂടിയവരുമായിരുന്നു. ഇത് അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തിയിരുന്നു. കാരണം എന്തെന്നല്ലേ, അദ്ദേഹം പരിശോധിച്ച് നോക്കിയപ്പോൾ അവർ കഴിക്കുന്നത് അധികം പോഷകമുള്ള സാധനങ്ങളൊന്നുമല്ല. അദ്ദേഹത്തിൻ്റെ ദൃഷ്ടിയിൽ വളരെ പോഷണം കുറഞ്ഞ സാധനങ്ങളായിട്ടാണ് അദ്ദേഹം വിലയിരുത്തിയത്. അവരെന്താ കഴിച്ചിരുന്നതെന്നല്ലേ, കമ്പം, ചോളം, കിഴങ്ങ് വർഗ്ഗങ്ങൾ, തിന, ഇതൊക്കെയാണ് അവർ കഴിച്ചിരുന്നത്. അവർ മനഃപൂർവ്വം ഇത് കഴിച്ചിരുന്നതല്ല, അവർക്ക് അതേ ലഭ്യമായിരുന്നുള്ളൂ എന്നുള്ളതാണ് സത്യം. പക്ഷേ ആധുനിക ശാസ്ത്രത്തിൻ്റെ വെളിച്ചത്തിൽ അവർ കഴിച്ചതിനെ നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കുമ്പോഴാണ് എത്ര ആരോഗ്യപ്രദമായിരുന്ന ഭക്ഷണമായിരുന്നു അവർ കഴിച്ചിരുന്നത് എന്നുള്ളത് നമുക്ക് ബോധ്യമാവും. കാരണം തൃണധാന്യങ്ങളിലൊക്കെ ഇഷ്ടം പോലെ പ്രോട്ടീൻ ഉണ്ട്, ഇഷ്ടം പോലെ ഫൈബർ ഉണ്ട്, ഇഷ്ടം പോലെ പോഷകാംശങ്ങളൊക്കെ ഉണ്ട്, വിറ്റാമിനുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവർ കഴിച്ചത് നല്ല ഭക്ഷണമായിരുന്നു. അത് മാത്രമല്ല കേട്ടോ, അവർ ഇഷ്ടം പോലെ അധ്വാനിച്ചിരുന്നു, ഇഷ്ടം പോലെ ജോലി ചെയ്ത് കഷ്ടപ്പെട്ടിരുന്നു. ഈ കഷ്ടപ്പെട്ടുള്ള ജോലിയും ഈ ആഹാര രീതിയുമാണ് ഇന്ന് ലോകം കോപ്പി ചെയ്യാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ടാണല്ലോ 2 വർഷം മുമ്പ് അന്താരാഷ്ട്ര മില്ലറ്റ് വർഷം പോലും ആഘോഷിച്ചത്. ഇന്ന് തൃണധാന്യങ്ങളെക്കുറിച്ച് പറയാത്തവരുണ്ടോ? തൃണധാന്യത്തിൻ്റെ പ്രാധാന്യം ഇപ്പോഴാണ് ആൾക്ക് മനസ്സിലായത്. നമ്മുടെ പ്രധാന ഭക്ഷണമായിട്ട് കണക്കാക്കുന്ന അരിയല്ലേ. ഇന്ന് അരിക്ക് വില കുറച്ച് കൂടുതലാകാം, എങ്കിലും അരി ഇഷ്ടം പോലെ ലഭ്യമാണ്. കിട്ടുന്ന അരിയാകട്ടെ പണ്ടത്തെ പോലെ ഉരലിൽ കുത്തുന്നതല്ല, മെഷീനിൽ കുത്തുന്നതാണ്. അപ്പോൾ അതിൻ്റെ തവിടൊക്കെ പലപ്പോഴും നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ കൃത്രിമമായിട്ട് അതിന് നിറം കൊടുക്കപ്പെടുന്നുണ്ട്. അതൊരു വശം. ഇനി ഗോതമ്പിൻ്റെ കാര്യം എടുക്കാം. ഗോതമ്പ് നല്ല സാധനമാണ്. ഈ ഗോതമ്പിൻ്റെ ഭ്രൂണവും അതിൻ്റെ തവിടൊക്കെ മാറ്റി ഉള്ളരി മാത്രം എടുത്ത് അതിനെ ബ്ലീച്ച് ചെയ്ത് പൊടിച്ച് മൈദയുടെ രൂപത്തിലാണ് നമ്മുടെ അടുത്തേക്ക് എത്തുന്നത്. അത് മറ്റൊരാഹാരം. പിന്നെ പൊതുവേ പറഞ്ഞാൽ പണ്ട് കാലത്തേക്കാളും മില്ലറ്റൊക്കെ ആഹാരത്തിൽ സ്ഥാനം കുറച്ച് കുറവായിരുന്നു. ഈയിടെയായിട്ട് കുറച്ച് കൂടി വരുന്നുണ്ട്, നല്ല കാര്യം. ഇനി പഞ്ചസാരയുടെ കാര്യം എടുക്കുക. പണ്ട് ശർക്കരയും കരിമ്പും നീരൊക്കെ ഉപയോഗിച്ചിരുന്ന സ്ഥാനത്ത് രാസപ്രക്രിയയിലൂടെ അതിൻ്റെ പോഷകാംശങ്ങളും നിറമൊക്കെ കളഞ്ഞ് ശുദ്ധം വെളുത്ത നിറത്തിലുള്ള പഞ്ചസാര നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മളിതുവരെ ഭക്ഷണ സാധനങ്ങളെക്കുറിച്ചാണ്, അതിൻ്റെ കോട്ടമുള്ള വശങ്ങളെക്കുറിച്ചാണ് ചർച്ച ചെയ്തത്. ആരോഗ്യത്തെ നല്ല രീതിയിൽ കൊണ്ട് നടക്കുന്നതിന് മനുഷ്യന് ഒരു ദിനചര്യയും ഒരു ഭക്ഷണക്രമവും ആവശ്യമാണ്. ഇത് മുൻപത്തെ പല വീഡിയോയിലും ഞാൻ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള കാര്യമാണ്. സാധാരണ കേരളീയരായ നമ്മൾ 3 നേരം ഭക്ഷണം കഴിച്ചാൽ ശീലിച്ചിട്ടുള്ളത്. ആ 3 നേരത്തെ ഭക്ഷണത്തിൽ ഒരു നേരത്തെ ഭക്ഷണം തൃണധാന്യങ്ങൾ, മില്ലറ്റുകളൊക്കെ ചേർന്നതാകട്ടെ, മറ്റൊരു നേരത്തെ ഭക്ഷണം പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ആകട്ടെ, മൂന്നാമത്തെ ഒരു നേരം ചോറോ ചപ്പാത്തിയോ അങ്ങനെയുള്ള സാധനങ്ങളെ കൊണ്ട് നിർവഹിക്കുക. അതാണ് ആരോഗ്യത്തിന് ഏറ്റവും നല്ലത്. അടുത്തതായി പറയാനുള്ളത് സുഖകരമായി ഉറങ്ങുക എന്നുള്ളതാണ്. ഒരു 6 മണിക്കൂറെങ്കിലും ഡീപ്പ് സ്ലീപ്പ് നമുക്ക് കിട്ടണം. അത് ആരോഗ്യത്തിന് വളരെ അത്യാവശ്യമാണ്. ഇതുപോലെ നല്ല ഉറക്കം കിട്ടണമെങ്കിൽ ഈ മൂന്നാമത് പറയുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കണം.
മൂന്നാമത് പറയുന്ന കാര്യം നമ്മുടെ ആക്ടിവിറ്റീനെ കുറിച്ചാണ്. നമ്മുടെ ജോലിയും വ്യായാമവും ഒക്കെ ചെയ്യുന്നതിനെ കുറിച്ചാണ്. ചില ജോലി കായികമായിട്ട് അധ്വാനം വരുന്നതാകാം. അങ്ങനെയുള്ള ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അധികം വ്യായാമം ചെയ്തു കൊള്ളണമെന്നില്ല. അതേസമയം ഓഫീസിൽ പോയിരുന്ന് ജോലി ചെയ്യുന്ന കമ്പ്യൂട്ടർ എഞ്ചിനീയർമാരൊക്കെ അവർ പ്രത്യേകിച്ച് തീർച്ചയായും കുറച്ച് സമയം വ്യായാമത്തിന് നീക്കി വയ്ക്കുക തന്നെ വേണം. സാധാരണ ആയുർവേദത്തിൽ പറയുന്ന ഒരു പ്രയോഗമുണ്ട്. 3 കാര്യങ്ങൾ: ആഹാരം, നിദ്ര, ബ്രഹ്മചര്യം. ഇതാണ് ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതം എന്ന് പറയും. അല്ല, ഈ ബ്രഹ്മചര്യം എന്ന് പറയുമ്പോൾ പലരും അതിനെ തെറ്റിദ്ധരിക്കാറുണ്ട്. ഈ ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാൽ അതൊരു നല്ല രീതിയിലുള്ള ചര്യ ചെയ്യുക എന്നാണ് അതിനർത്ഥം. ഒരു ദൈവികമായ രീതിയിൽ മനസ്സ് ഉൾപ്പെടുത്തിക്കൊണ്ട് പൂർണ്ണമായ മനസ്സോടും നല്ല വിചാരത്തോടും കൂടി ചെയ്യുന്ന കർമ്മങ്ങൾ. അതാണ് ബ്രഹ്മചര്യം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജീവിത ശൈലിയിലുള്ള തകരാറ് കൊണ്ട് ഉണ്ടാകുന്ന അസുഖങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഹൃദയത്തെ ബാധിച്ചുണ്ടാകുന്ന അസുഖങ്ങൾ തന്നെയാണ്. അത് സ്ട്രോക്ക് ആവാം, വലിയ BP ആവാം, ഈവൻ ഹാർട്ട് അറ്റാക്ക് പോലും ആകാം. പിന്നെ എടുത്തു പറയേണ്ടത് പ്രമേഹത്തിൻ്റെ കാര്യമാണ്. ഇന്നിപ്പോൾ ലോകത്തിൽ ഏറ്റവും അധികം പ്രമേഹ രോഗികളുള്ള ഒരു സ്ഥലമായി ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. കേരളത്തിലും പ്രമേഹ രോഗികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്, നമ്മൾ മറക്കരുത്. മൂന്നാമത് പറയാനുള്ളത് ക്യാൻസറാണ്. നാലാമത് പറയാനുള്ളത് വണ്ണം കൂടുകയും അതിനെ സംബന്ധിച്ചുണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. പിന്നെ ലിവർ ഡിസീസുകൾ. ഇതെല്ലാമാണ് പൊതുവെ പറഞ്ഞാൽ ജീവിതശൈലി രോഗങ്ങളായി നമ്മളെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ തന്നെ ക്യാൻസറിനെ തന്നെ പ്രത്യേകം എടുത്ത് പറയണം. ക്യാൻസറിനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ സാധാരണ ജീവിതത്തിലെ ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയാം. നാട്ടിലെ അച്ചടക്കവും സമാധാനപരമായ അന്തരീക്ഷമൊക്കെ നഷ്ടപ്പെടുമ്പോൾ ചില തെമ്മാടിക്കൂട്ടങ്ങൾ അവിടെ അധികാരം കയ്യിലെടുത്ത് കാര്യങ്ങൾ നിയന്ത്രിക്കാൻ ശ്രമിക്കും. ഇതുപോലെ തന്നെ ചില സന്ദർഭങ്ങളിൽ നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്ന ഒരു പ്രക്രിയനെ ക്യാൻസറാണെന്ന് പറയാം. ശരീരത്തിൻ്റെ സമതുലിതമായ അവസ്ഥ നഷ്ടപ്പെടുകയും ജീവിത രീതിയിൽ വേണ്ടാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങളും ഭക്ഷണ രീതികളും ഒക്കെ അമിതമാകുമ്പോൾ ശരീരത്തിൽ എത്തേണ്ട പോഷകാംശങ്ങൾ പലതും എത്താതിരിക്കുകയും വേണ്ടാത്ത പല സംഗതികൾ ശരീരത്തിൽ എത്തിച്ചേരുകയും ചെല്ലുമ്പോൾ സെല്ലിൻ്റെ ഉള്ളിൽ നടക്കേണ്ട ചില പ്രവർത്തനങ്ങളൊക്കെ തകരാറിലാവും. ഈ ഒരു സെല്ല് അതിൻ്റെ ഒരു കാലാവധി കഴിഞ്ഞാൽ നശിക്കേണ്ട സമയത്ത് അത് നശിക്കണം. അത് നശിക്കേണ്ട സമയത്ത് നശിക്കാതെ മറ്റു ചില സെല്ലുകളുടെ നിയന്ത്രണത്തിന് വിധേയമായിക്കൊണ്ട് അമിതമായിട്ട് വളരുന്ന ഒരു പ്രക്രിയയെയാണ് ക്യാൻസർ എന്ന് പറയുന്നത്. നമ്മൾ ഇതുവരെ ജീവിതശൈലി രോഗങ്ങളെ എങ്ങനെ ഉണ്ടാകുന്നു, അതിനെന്ത് ചെയ്യണം, അതെന്തെല്ലാം രോഗങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളതൊക്കെ ചർച്ച ചെയ്തു. ഇനി നമ്മൾ ഇതിനെ എങ്ങനെ നേരിടണം എന്നുള്ളതാണ് അവസാനമായിട്ടൊന്ന് കൺക്ലൂഷനിൽ പറയുന്നത്. ആദ്യമായി ഞാൻ ചൂണ്ടിക്കാണിച്ച കാര്യം തന്നെ വീണ്ടും പറയുകയാണ്. കൃത്യമായ ഒരു ദിനചര്യ നമുക്ക് വേണം, ഒരു ഭക്ഷണക്രമം നമുക്ക് വേണം, കൃത്യമായ വ്യായാമശീലം നമ്മൾ വളർത്തിയെടുക്കണം. ഇതൊക്കെ ചെയ്യുന്നതോടൊപ്പം തന്നെ ഇപ്പോൾ അസുഖം വന്നിട്ടുള്ളവർ, കൊളസ്ട്രോൾ കൂടിയിട്ടുള്ളവർ, പ്രശ്നങ്ങളുള്ളവർ എന്ത് ചെയ്യണം എന്നുള്ളത് ചോദിക്കുമ്പോഴാണ് ഞാൻ ഹൃദ്യ പ്ലസിനെ പറയുന്നത്. ഞങ്ങളുടെ കമ്പനിയിൽ ഉണ്ടാക്കി കേരളത്തിൽ എങ്ങോളം വിതരണം ചെയ്തു വരുന്ന ഒരു ഔഷധമാണ് ഹൃദ്യ പ്ലസ്. ഇത് കുപ്പി കുലുക്കി 10 മില്ലി വീതം 2 നേരം കഴിക്കണം. ഇത് കഴിക്കുന്നതിലൂടെ ഹൃദയാരോഗ്യം മെച്ചപ്പെടും. അമിതമായ LDL കുറയും, HDL വർദ്ധിക്കും. അപ്പോൾ ഹൃദയത്തിന് ഉണ്ടാകുന്ന തകരാറുകൾക്ക് ഒരു പരിധിവരെ ഗുണം ചെയ്യുന്ന ഒരു മരുന്നാണ് ഹൃദ്യ പ്ലസ്. അടുത്തതായിട്ട് പറയാനുള്ളത് പ്രമേഹ രോഗത്തെക്കുറിച്ചാണ്. പ്രമേഹ രോഗികൾ ഒരുപാട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. നിശ്ചയമായിട്ടും പഞ്ചസാരയോ അങ്ങനെയുള്ള സാധനങ്ങൾ പ്രമേഹ രോഗികൾ ഒഴിവാക്കണം. ഭക്ഷണത്തിൽ സ്റ്റാർച്ച് അധികം കഴിക്കാൻ പാടില്ല. പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കണം. വ്യായാമം നിശ്ചയമായിട്ടും ചെയ്യണം. അതോടൊപ്പം തന്നെ പ്രമേഹ രോഗത്തിനെ നിയന്ത്രിക്കുന്നതിന് സഹായിക്കുന്ന ചേറ്റിപ്പറമ്പിൽ ആയുർപ്രൊഡക്ട്സിൻ്റെ ഉൽപ്പന്നമാണ് ആൻറ്റിഡയ. ഇത് രണ്ടും പറഞ്ഞു കഴിയുമ്പോഴാണ്
ഞാൻ ആദ്യം ചൂണ്ടിക്കാണിച്ച ചില പ്രശ്നങ്ങൾ ചിലർ ഉന്നയിക്കുക, ഡോക്ടറെ വല്ലാത്ത ക്ഷീണവും ജീവിതത്തിൽ തന്നെ ഒന്നിനോടൊരു താല്പര്യമില്ലാത്ത അവസ്ഥയാണ് എന്ന് പറയുന്ന ആളുകളെ ഓർക്കുക. ആ അവസ്ഥയിലാണ് എനിക്ക് പറയാനുള്ളത് മദനാശുഗന്ധ. ഇത് 2 നേരം 1.5 ടീസ്പൂൺ വെച്ച് കഴിക്കുക. ഞാൻ ഇവിടെ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് എന്തെങ്കിലും സംശയമോ കൂടുതൽ എന്തെങ്കിലും അറിയാനുള്ളതോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ നേരിൽ ഇതിൽ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. എൻ്റെ ക്ലിനിക്ക് തൃശ്ശൂർ ജില്ലയിൽ പടമയിലാണ്.